welcome back to another vlog, guys. ഇന്നത്തെ വീഡിയോ ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ നമ്മുടെ കറുത്ത കടലയോള കറിയാണ്. അപ്പൊ നോക്കാം. അപ്പൊ ഇത് കടല ഒരു 8 മണിക്കൂർ നല്ലപോലെ കുതിർത്തി അതില് പച്ചമുളക്, സബോള, ഇഞ്ചിയും വെളുത്തുള്ളിയും തട്ടിയത്, തക്കാളി, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇതൊക്കെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വേകാനുള്ള വെള്ളം മാത്രം ആഡ് ചെയ്തിട്ട് നമുക്കൊരു 4 വിസിലെടുക്കാം. അത് വിസിൽ വരുമ്പോഴേക്കും നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്യാം. ഒക്കെ പ്യൂരിയാണ് ഇതിൽ ആഡ് ചെയ്യേണ്ടത്. സോ 2 മീഡിയം സൈസിലുള്ള സബോള എടുത്തിട്ടുണ്ട്. അതൊന്ന് കട്ട് ചെയ്തതിന് ശേഷം തക്കാളി ഒരു 2 മീഡിയം സൈസിലുള്ള തക്കാളി. ഇതൊക്കെ പ്യൂരി ആക്കുന്നത് കൊണ്ട് വലിയ ഇതിൽ കട്ട് ചെയ്യുന്നില്ല. അപ്പൊ തക്കാളി കട്ട് ചെയ്തു. ഇനിയിപ്പോ നമുക്ക് പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഇതിന്റെ ഒരു മിക്സ് ആണ്. അപ്പോൾ ജീരകം, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇതൊക്കെ ഇട്ടിട്ട് നമ്മൾ നല്ലോണം ഒന്ന് അരച്ചെടുക്കുകയാണ്. ഈ രസത്തിന് അരയ്ക്കുന്ന പോലെ ഓവർ ഫൈൻ പേസ്റ്റ് ഒന്നും ആക്കുന്നില്ല. അപ്പോൾ ചട്ടി വെച്ചു, അതിൽ വറ്റൽമുളക്, കടുക് ഇട്ടു. പിന്നെ നമ്മൾ നേരത്തെ അരച്ചെടുത്ത ആ മിക്സും വെളുത്തുള്ളി, ഇഞ്ചി ഇതിന്റെ മിക്സും നമ്മൾ ഇതിലോട്ട് ചേർക്കുകയാണ്. അപ്പൊ ഇതൊന്ന് വാടി വരുമ്പോൾ നമുക്ക് അടുത്തത് ചേർക്കണം. ഇതൊരു 2 മിനിറ്റ് എങ്കിലും ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് വരക്കാം. അപ്പൊ ഇത് റെഡി ആകുമ്പോഴേക്കും നമുക്ക് തക്കാളിയും ഓണിയനും പേസ്റ്റ് ആക്കിയിട്ട് വരാം. അപ്പൊ തക്കാളി ആഡ് ചെയ്തു, സബോള ആഡ് ചെയ്യാം. അപ്പൊ ഇതില് കസൂരി മേത്തി ആഡ് ചെയ്യുന്നുണ്ട്, വറ്റൽമുളക് ആഡ് ചെയ്തിട്ട്. അപ്പൊ ഇതൊന്ന് ഫൈൻ പേസ്റ്റ് ആക്കി എടുക്കാം. അപ്പൊ ആ ഫൈൻ പേസ്റ്റ് ആക്കി എടുത്തിട്ട് നമ്മുടെ നേരത്തെ മസാലയിൽ ഒന്ന് വാടി വന്നിട്ടുള്ളതിൽ നമുക്കിതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇത് ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതൊരു 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കുക്ക് ചെയ്യാണ്. ശേഷം ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ ഇതിലേക്ക് ആവശ്യമുള്ള മെയിൻ ഇൻഗ്രീഡിയന്റ് ആണ് നമ്മുടെ തൈര്. അപ്പൊ തൈര് കുറച്ച് എടുത്ത് അതിൽ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നല്ലോണം ബീറ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ കറികളിൽ മസാലകൾ ആഡ് ചെയ്യാം. നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളകും പൊടി, മഞ്ഞൾപ്പൊടി ആൻഡ് ഇവിടെ കിട്ടുന്ന ഒരു കറി മസാലയാണ്. എല്ലാ മസാലകളും മിക്സഡ് ആണ് അതില്. അപ്പൊ അതൊക്കെ ഇട്ടിട്ട് നമുക്കൊരു 2 മിനിറ്റ് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെ നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പൊ ഇതൊന്ന് വഴണ്ടി വരുമ്പോൾ നമ്മുടെ തൈര് ഇതിലോട്ട് ആഡ് ചെയ്യാം നമുക്ക്. അപ്പൊ തൈര് ആഡ് ചെയ്തിട്ടുണ്ട്. തൈര് ആഡ് ചെയ്തിട്ട് ഒരുപാട് നേരം നമുക്കതൊന്ന് കുക്ക് ചെയ്യാൻ പാടില്ല. അപ്പൊ തൈര് ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് നേരത്തെ വേവിച്ചെടുത്ത് വെച്ച നമ്മുടെ കടല ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ വളരെ സിമ്പിൾ ആണ് ഇത് ഉണ്ടാക്കാൻ. അപ്പൊ നമ്മുടെ പരിപാടി കഴിഞ്ഞു. നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം. ആഹാ, നല്ലൊരു പുളി. അപ്പോ ഇന്നത്തെ വീഡിയോ ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ബ്ലാക്ക് ചന്ന മസാലയാണ്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഈ ഒരു വീഡിയോ. Hope you guys are enjoying today's vlog. See you in next vlog. Till then, bye bye.